ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും ദുഃഖത്തിലാവാനുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ ഇവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ത്രോട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, ഹീലാക്കുക, അവർക്ക് ഹീലിംഗ് സെൻഡ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ തന്നെ അവർക്ക് ഹീലിംഗ് സെൻഡ് ആക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക്. നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സിറ്റിയിൽ ഇരുന്നിട്ട് പോലും ഒരു സ്റ്റേറ്റിൽ ഇരുന്നിട്ട് പോലും നിങ്ങൾ പരസ്പരം കാണുന്നില്ല, സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു റീസൺ ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ മേൽ ഒന്നുകിൽ എന്തെങ്കിലും കോടതിയോ കേസോ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും. ഇല്ല എങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ എന്തെങ്കിലും കർമ്മ ഫേസ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇവർ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഡിസ്റ്റൻസ് കാണിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത്. ഓൾറെഡി ഇവർ ഭയങ്കര ടെൻഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, റീസെൻ്റ് ആയിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഇവർക്ക് നഷ്ടമായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കുടുംബത്തിലുള്ള ഒരു ആളായിരിക്കാം ചിലപ്പോൾ, അത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളായിരിക്കാം. ഏതോ ഒരു വ്യക്തിയുടെ നഷ്ടം ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി റീസെൻ്റായിട്ട് ഉള്ള ടൈമിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ ഇവരുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് വളരെ മോശമായ കണ്ടീഷനിലായിരിക്കാം അവർ ഉള്ളത്. അത് കാരണം ഇവർ വിഷമിക്കുന്നതായിട്ടും ഇവിടെ രണ്ട് സിറ്റുവേഷനാണ് ഉള്ളത്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയത് അതെടുക്കുക. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും ഇവരെക്കുറിച്ച് എന്നുള്ള ഒരു ടെൻഷൻ ഇവർക്കുണ്ട്. ഇവിടെ ഇവർ വിചാരിക്കും ഇവരെ കൊണ്ട് ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾ ഇവരെക്കുറിച്ച് ചിന്തിക്കുമെന്നും, കൂടാതെ നിങ്ങൾ ഇവരെ ഒന്നിനും കൊള്ളാത്തവരായി ചിന്തിക്കുമെന്നും ഇവർക്കൊരു പേടിയുണ്ട്. ഈ ഒരു കാര്യം ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ചില ആൾക്കാരുടെ സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് കാണുന്നുണ്ട്. സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് വന്നാൽ ഫൈനാൻഷ്യലി ഇവർ അബണ്ടൻ്റ് ആവത്തില്ല, ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാകും. സെക്കൻഡ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബാലൻസ് ആയി പോകത്തില്ല, അവിടെ ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സോളാർ പ്ലെക്സിസ് ചക്ര ഹീലാക്കാനുള്ള മെഡിറ്റേഷൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ലവ് ലൈഫിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലൈഫിൽ ഒരു സ്റ്റേബിൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, ഒരു ബാലൻസ് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം ഉള്ളത്. നിങ്ങളിൽ നിന്ന് ദൂരെ പോയിട്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം ഉള്ളത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇവർ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യും ഞാൻ എൻ്റെ പേഴ്സണുമായിട്ട് ഒന്നിക്കണമെങ്കിൽ, എങ്ങനെ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അവസാനിപ്പിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാകാം. ഇനി കുറച്ച് പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, നിങ്ങളാണ് ഇവരെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്തത്, നിങ്ങളാണ് ഇവരെ ഏത് മോശ സമയത്തും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയത്. അതായത് നിങ്ങളാണ് ഇവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ പ്രശ്നത്തിലും. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം റെസ്പെക്റ്റ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോസിറ്റീവ് മെസ്സേജ്, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന സമയം അതെല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, കോവിലിൽ വെച്ച് മാരേജ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം, എന്നിട്ട് അമ്പലത്തിൽ പോയി താലി കെട്ടാം, അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹവും കെയറും എല്ലാം ഉണ്ട്. ഇവർക്ക് നിങ്ങളോട് ഫീലിങ്സും എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ എക്സ്പ്രസ് ചെയ്യുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് കാരണം, സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് കാരണം ഇവർക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം 6 മണിക്കൂർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഷോർട്ട് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ മെസ്സേജിലൂടെ.
ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതിലൂടെ എല്ലാവർക്കും ബൈ. ഓം നമ ശിവായ. താങ്ക് യു സോ മച്ച്.